നമസ്കാരം. ഇൻ്റർനെറ്റ് അഡിക്ഷനെ പറ്റി പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അതോടൊപ്പം പല ദമ്പതികളും എത്താറുണ്ട്, ഭർത്താവിന് പോർണോഗ്രഫി അഡിക്ഷനാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷനാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഭാര്യ ഉറങ്ങുന്നത് വരെയും അല്ലെങ്കിൽ വെളുപ്പിനെ 4 മണി 5 മണി വരെ സമയം രാത്രിയിൽ മുഴുവൻ ഇൻ്റർനെറ്റിൽ സെക്സ് കണ്ടുകൊണ്ടിരിക്കും, പോൺ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. നോർമലായിട്ടുള്ള രതിബന്ധമില്ല. മാത്രമല്ല, ഇയാളുടെ ജോലിയെ തന്നെ പലപ്പോഴും ബാധിക്കുന്ന സാഹചര്യങ്ങൾ. അങ്ങനെ ഒരിക്കൽ ഒരു വ്യക്തി ഇവിടെ എത്തുകയുണ്ടായി. അയാൾ IT പ്രൊഫഷണലാണ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ ഓഫീസിലിരുന്നിട്ട് പോർണോഗ്രാഫിക് വീഡിയോസ് കാണുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ആ വ്യക്തിയുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. ആ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് 1-2 പ്രാവശ്യം വാണിംഗ് കൊടുത്തു. അതിനുശേഷം അയാളെ ആ ജോലിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും ഒക്കെ ആയിട്ടൊരിക്കൽ ഇവിടെ കാണാൻ വന്നത്. അദ്ദേഹത്തിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതൊരു അഡിക്ഷനാണോ എന്ന് ചോദിച്ചാൽ വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ പറയും ഇൻ്റർനെറ്റ് അഡിക്ഷനാണ്. എൻ്റെ അഭിപ്രായത്തിൽ പോർണോഗ്രഫി അഡിക്ഷനാണ്. എന്തുകൊണ്ട് അഡിക്ഷനാകുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ സമയമാകുമ്പോൾ ഒരു മദ്യപാനി മദ്യം കഴിക്കാനുള്ള ക്രേവിങ് എപ്രകാരം ഉണ്ടാകുന്നു, ആ രാത്രി ആ സമയമാകുമ്പോൾ ഇത് കാണണമെന്നുള്ള അമിതമായ ആഗ്രഹം വരുന്നു. ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതിലേക്ക് വഴുതി വീഴുന്നു. 2, ഇങ്ങനെ ഇരുന്ന് പോർണോഗ്രഫി കാണുന്നത് കൊണ്ട് പലപ്പോഴും ദാമ്പത്യ ബന്ധത്തെ, വൈവാഹിക ജീവിതത്തെ അത് ബാധിക്കുന്നു. 3, തൊഴിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ ജീവിതത്തിലെ പല അവരുടെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഓക്യുപ്പേഷണൽ ഇമ്പയർമെൻറ്റ്, സോഷ്യൽ ഇമ്പയർമെൻറ്റ്, സമൂഹത്തിൽ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതിന് ചിലപ്പോൾ ഇവർക്ക് കുറേ നിസ്സംഗതയുണ്ടാവും. ഇങ്ങനെയുള്ള പലതരത്തിൽ സമൂഹത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു അഡിക്ഷൻ്റെ ലെവലിലേക്ക് എത്തുന്നു. ഇവിടെ എന്താണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ക്രേവിംഗ് ഉണ്ട്, അത് നിർത്താൻ പറ്റുന്നില്ല, ടോളറൻസ് ഉണ്ട്. അതുപോലെ അത് ഇറ്റ് കോസസ് പേഴ്സണൽ, ഫാമിലി, സോഷ്യൽ, ഓക്യുപ്പേഷണൽ ഇമ്പയർമെൻറ്റ്. അത്തരം സന്ദർഭങ്ങളിലാണ് അഡിക്ഷൻ എന്ന് പറയുക. എന്നാൽ ഇതേതെങ്കിലും ഒരു കാറ്റഗറിയിൽ WHO ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിലോ അല്ലെങ്കിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിലോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. അത് ICDയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് അവസാന ഘട്ടം വരെ ഈ ഒരു അഡിക്ഷനെ മറ്റുള്ള ഇമ്പൾസ് കൺട്രോൾ ഡിസീസ് അല്ലെങ്കിൽ അതർ അഡിക്റ്റീവ് ഡിസോർഡേഴ്സ് പെടുത്താനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ അവസാന ഭാഗം എന്തുകൊണ്ടോ അത് ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഒഴിവാക്കി ക്ലാസിഫിക്കേഷനിലില്ല എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതാവുന്നില്ല. അത് ട്രീറ്റ് ചെയ്ത് മാറ്റാമോ എന്ന് ചോദിച്ചാൽ, വ്യക്തിക്ക് ഇത് മാറ്റണം എന്നുള്ള ഉറപ്പുള്ള, അത് അത്രയധികം ആഗ്രഹം ഉണ്ട് എങ്കിൽ, അതിന് പൂർണ്ണമായും സഹകരിക്കാനും അദ്ദേഹം തയ്യാറാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് മരുന്നുകളിലൂടെയല്ല, ഏതെങ്കിലും ഒരു ഗുളിക കൊടുത്തുകൊണ്ടോ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടോ ഈ പ്രവണത മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് മാറ്റുന്നത് ചോദിച്ചാൽ, അവരുടെ സഹകരണത്തോടെ ഉള്ള സൈക്കോളജിക്കൽ മാനേജ്മെൻറ്റിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഏകദേശം അഡിക്ഷൻ പോലെയുള്ള ഒരു പ്രവണത തന്നെയാണ്. ആ പ്രവണത സ്വന്തം ജീവിതത്തിലും വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും വൈവാഹിക ജീവിതത്തിനും തൊഴിലിനും ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.